വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ പൊരിച്ച കടികളൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് മട്ടരി കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പയിൽ ഊറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. വെള്ളം വാർന്നു പോയതിന് ശേഷം ഞാനിത് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മട്ടരി 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് വലിയ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ വെച്ചാലും കരിഞ്ഞു പോകും കേട്ടോ അരിമണികൾ. അങ്ങനെ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരി വറുത്തെടുത്തിട്ടുള്ളത്. 1 കപ്പ് അരി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. തേങ്ങ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കുറച്ച് കൂടുതലുണ്ടായാലും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ ചേർക്കാൻ പറ്റുന്നവർക്ക് തേങ്ങ ഒക്കെ കൂടുതലുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരി വറുത്തെടുത്തിട്ടുള്ളത് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 2 ഏലക്കായുടെ കുരു മാത്രമാണ് കേട്ടോ. കുരു മാത്രം എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചിരവി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര 1/2 കപ്പ് തികച്ചില്ല. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുന്ന സമയത്തുള്ളൂ കേട്ടോ ഈ ഒരു തേങ്ങയിലുള്ള നനവും അതുപോലെ ശർക്കരയുടെ നനവും എല്ലാം കൂടെ ഈ ഒരു പൊടിയായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിലുള്ള ഒരു നനവിൽ കിട്ടും കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലും ശർക്കര വെള്ളമായതും എല്ലാം ചേർത്തിട്ട് ഇപ്പം ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പഴയ കാലത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പഴയ പലഹാരമാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഴം കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഒരു പൂവമ്പഴം എടുത്തിട്ടുണ്ട്. പൂവമ്പഴമോ അല്ലെങ്കിൽ മൈസൂർ പഴം ഉണ്ടല്ലോ, പാളയംകോടൻ പഴം, അതോ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടി എടുത്തിട്ട് ഒരു 1/4 കപ്പൊക്കെ പൊടി എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു പൂവമ്പഴം ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പൊടിയും പഴവും ഒക്കെ പഴത്തിലിങ്ങനെ പൊടി ഇങ്ങനെ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പൊടി മാത്രമായിട്ടും കഴിക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് പഴം ഇല്ലാതെ ഇത് കഴിക്കുമ്പോഴാണ് കേട്ടോ. അറിയില്ല, ചിലർക്ക് പഴം ചേർത്തിട്ട് കഴിക്കുന്നതാവും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്